അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരൻ ചോദിക്കുന്നത് ഭർത്താവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞ ഒരു പെണ്ണിനെ കുറിച്ചാണ്. ഈ ഭർത്താവ് തീരെ അദ്ദേഹവുമായുള്ള ബന്ധം അഥവാ ഫോണിലൂടെ കിട്ടുന്നില്ല, മൊബൈലിൽ കൂടി കിട്ടുന്നില്ല, എവിടെയാണെന്നറിയില്ല, ആൾക്കാരോട് ചോദിക്കേണ്ടവരോട് ചോദിച്ചിട്ട് വിവരമില്ല, അയാൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ അന്വേഷിച്ചു. അങ്ങനെയൊക്കെയാണ് കാണാതെയായ ആൾക്കാരുടെ ഹുക്കുമിലാണ്, കാണാതെയായ വ്യക്തിയുടെ ഹുക്കുമിലാണ് അദ്ദേഹമെങ്കിൽ അവിടെ മുതൽ 4 കൊല്ലം പ്രതീക്ഷിക്കണമെന്നാണ്. 4 വർഷം പ്രതീക്ഷിച്ചിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ട് മടങ്ങി വന്നില്ലെങ്കിൽ അദ്ദേഹത്തിനെ ഖാദി അദ്ദേഹത്തിനെ മരണപ്പെട്ടവരുടെ ഇനത്തിൽപ്പെടുത്തിയിട്ട് ഖാദിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഖാദിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതൃത്വത്തിനോ ഈ പെണ്ണിന് വേറെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? പക്ഷേ ഈ തീരുമാനം 4 കൊല്ലം പൂർത്തിയായ ശേഷം പിന്നെ 4 മാസവും 10 ദിവസവും ഇരിക്കണം. 4 കൊല്ലം പൂർത്തിയായതിൻ്റെ ശേഷം 4 മാസവും 10 ദിവസവും ഇരിക്കണം. ആ കഴിഞ്ഞാലാണ് ഖാദി നിക്കാഹ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ വിധി. ഇവിടെ അദ്ദേഹത്തെ 4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ കൊണ്ട് തലാഖ് ചെല്ലിപ്പിക്കണമെന്നും പറയുന്നവരുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ കാണാതെയായ മനുഷ്യൻ്റെ വാപ്പയോ ഇളയപ്പയോ മൂത്തപ്പയോ ആരെങ്കിലും ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് തലാഖ് ചെല്ലിപ്പിക്കണം എന്ന് പറയുന്നവരുണ്ട്. ഏതായാലും 4 കൊല്ലം കഴിഞ്ഞിട്ടേ വിധി പറയാൻ പറ്റുള്ളൂ. അവിടെ ഖാദി ഇടപെടലാണ്. അല്ലെങ്കിൽ ഇസ്ലാമിക ഗവൺമെൻറ്റുള്ള നാട്ടിലാണെങ്കിൽ, അല്ലെങ്കിൽ സംഘടനയുടെ നേതാക്കൾ ഇടപെടലാണ്. എന്നിട്ട് 4 മാസവും 10 ദിവസവും 4 കൊല്ലം കഴിഞ്ഞ ശേഷം പിന്നെയും ഇരിക്കുക. ആ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അവളെ വേറെ ഭർത്താവിന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുക. അതും ഖാദിയാണ് തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മുസ്ലിം ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെങ്കിൽ മുസ്ലിം ഗവൺമെൻറ്റിൻ്റെ അവിടുത്തെ ഹുക്കൂമയുടെ മഹ്കമ കോർട്ടാണ് തീരുമാനിക്കേണ്ടത്. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.